ഈ സോഷ്യൽ മീഡിയ വലിയ ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളിലൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്പം സംസാരിക്കാനും പ്രസൻറ്റ് ചെയ്യാനും കഴിവുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പറയുന്ന എല്ലാം ശരിയാണെന്ന് അങ്ങ് വിശ്വസിക്കും. ഞാൻ ഈ അടുത്തിടയിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ വൈശാഖൻ, അദ്ദേഹം ഒരു മാനേജ്മെൻറ്റ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് ഏതെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഉരുണ്ടതാണെന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കാര്യങ്ങളിൽ അങ്ങനെ അഭിപ്രായത്തിന് സ്കോപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു മണ്ടൻ ആശയമാണ്. ഇദ്ദേഹത്തിന് ആരാണ് PhD കൊടുത്തത് എന്നുള്ളത് കൂടി ചോദിക്കണം. ഇദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതും കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ തലച്ചോറ് ദയവായി ഒന്ന് പരിശോധിക്കണം. ഞാൻ അത്രയും വിനയത്തോടു കൂടിയാണ് പറയുന്നത്. ധിക്കാരമല്ല എൻ്റെ ഭാഷ. എന്തെന്നാൽ ഭൂമി ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം ഭൂമിയാണ്, ആ ഉദാഹരണം നമുക്ക് എടുക്കാം. ഭൂമി പരന്നാണ് കിടക്കുന്നതെന്നാണ് നൂറ്റാണ്ടുകളോളം ആളുകൾ വിശ്വസിച്ചിരുന്നത്. അത് ആരൊക്കെയോ പറഞ്ഞ് ആരുടെയൊക്കെയോ അഭിപ്രായമായി വിവരം അന്നുണ്ട് എന്ന് ധരിക്കുന്ന, അന്ന് വിദ്യാഭ്യാസമുണ്ടെന്ന് ധരിക്കുന്ന, ഗുരുക്കന്മാരെ പോലെ കാണുന്ന, ആശാന്മാരെ പോലെ കാണുന്ന ആളുകൾ, അല്ലെ പിതൃതുല്യരായി കാണുന്ന ആളുകളുടെ അഭിപ്രായമാണ് ബാക്കിയുള്ളവർ പരന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൈതഗോറസിന്റെ അഭിപ്രായമായി വന്ന് പറഞ്ഞത് എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയല്ല, ഭൂമി ഉരുണ്ടതാണ് എന്ന് പൈതഗോറസിന്റെ അഭിപ്രായം വന്നു. അപ്പോൾ പൈതഗോറസിന്റെ അഭിപ്രായം ശരിയാണോ എന്നുള്ളതാണ്. അടുത്ത ഗലീലിയോ വന്നു. ഗലീലിയോ അത് പരിശോധിച്ചു. ഗലീലിയോ പരിശോധിച്ച ശേഷം പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഇങ്ങനെ ഇറാസ്തോസ്തനീസ്, ഇങ്ങനെ വന്ന നേതാക്കളിൽ ശാസ്ത്രകാരന്മാരെല്ലാം അവരവരുടെ അഭിപ്രായത്തിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് ആദ്യമായി അവരുടെ ചിന്തയിലാണ്, അവരുടെ സ്വപ്നത്തിലാണ് ചില കാര്യങ്ങൾ വരുന്നത്. അതവരെ ചിലപ്പോൾ സ്വപ്നമായിട്ടല്ല ചിന്തയിലേക്ക് വരും, ചിലത് സ്വപ്നമായി ചിന്തയിലേക്ക് പോകും, അല്ല ചിലത് ഡയറക്റ്റ് ചിന്തയിലേക്ക് പോകും. ചിന്തയിലേക്ക് പോയിട്ട് അതിനെ ബ്രെയിനിലോട്ട് വരികയും ആ ചിന്തയെ മനസ്സും ബ്രെയിനും ഒക്കെ തലച്ചോറൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് ആ ചിന്തയെ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആക്കുകയും അതിൽ അഭിപ്രായങ്ങൾ, തൻ്റെതായ അഭിപ്രായങ്ങൾ ഇടുകയും അങ്ങനെ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ ഇട്ടിട്ട് ഒരു അഭിപ്രായത്തിലെത്തുകയും മറ്റുള്ളവരാണെങ്കിൽ കൂട്ടായ അഭിപ്രായത്തിലിടുകയും ഒക്കെ ചെയ്തിട്ടാണ് അവരുടെ അഭിപ്രായമാണ് പുറത്തു വരുന്നത്. ഭൂമി പരന്നതാണെന്നായിരുന്നു ആദ്യം കുറച്ചുപേരുടെ അഭിപ്രായം. അതെന്ന് വിശ്വസിച്ച് വന്നത് ജനത. ഈ ശാസ്ത്ര സമൂഹത്തിലുള്ളവർ കുറച്ചുകൂടി ശാസ്ത്രീയമായി വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിനാണ് ലോജിക്ക്, യുക്തി കൂടുതലെന്ന് മനസ്സിലാക്കി. അല്ല ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും തർക്കമുണ്ട്. കാരണം അത് ഇനിയും ഞാൻ ബാക്കി ഇവിടെ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഉരുണ്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ലോജിക് ഉണ്ട്, ഒരു യുക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ആളുകൾ അത് വിശ്വസിച്ചു. അപ്പോഴാണ് പറഞ്ഞു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്, കറക്റ്റ് കോഴിമുട്ടയുടെ ആകൃതിയിലാണ്, കറക്റ്റ് പരന്നല്ല എന്ന് അടുത്ത് വന്നൊരു സംഘശാസ്ത്രജ്ഞൻ പറഞ്ഞു. അപ്പോൾ അതിനും അവരുടേതായ അവരുടെ ലോജിക്കുകൾ കൊണ്ടുവന്നു. ആ ലോജിക്ക് ദഹിക്കുന്നതും സാമാന്യ യുക്തിക്ക് നിരക്കുന്നതുമായതുകൊണ്ട് ആളുകൾ അതിലേക്ക് പോയി. ഇനിയും കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ശാസ്ത്രം ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്, ഒരിക്കലും ഒരു തീരുന്ന പ്രോസസ്സല്ല. അവതിൽ ആളുകളുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ഓരോരുത്തരുടെ അഭിപ്രായമാണ് വരുമ്പോൾ ഞാനിപ്പോൾ കേവലമായി എൻ്റെ അഭിപ്രായം, ഇപ്പോൾ ഭൂമി ഉരുണ്ടതാണ് എന്ന് കണ്ടുപിടിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ ഒബ്ലേറ്റ് സ്പിറോയിഡ് പിന്നെ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി പരന്നതാണെന്ന് പറയുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഞാൻ പരന്നതാണെന്നുള്ളതിനെ സമർത്ഥിച്ച് ഈ ഒബ്ലേറ്റ് സ്പിറോയിഡിനെ ഉരുണ്ടതാണെന്നുള്ളതിനെ എതിർത്ത് അതിന് എതിരുമായിട്ടുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് വേണമെങ്കിൽ എനിക്ക് പരന്നതാണെന്ന് പറയാം. പക്ഷേ സാറ്റലൈറ്റുകളും അതും ഇതൊക്കെ ഇപ്പോൾ ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഇനി അതിനെ മാറ്റിമറിക്കണമെങ്കിൽ എൻ്റെ പുതിയ അഭിപ്രായം വരണം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ അഭിപ്രായം വരണം. എന്നാൽ മാത്രം എല്ലാ ശാസ്ത്രജ്ഞന്മാരും, എല്ലാ സാങ്കേതിക വിദഗ്ധരും, എല്ലാ കണ്ടുപിടുത്തക്കാരും അവരുടെ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. പക്ഷേ അടുത്ത ആൾ വന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞതിൻ്റെ യുക്തിയും ശാസ്ത്രീയതയും ഖണ്ഡിച്ചുകൊണ്ട് അടുത്ത ആളിന് പറഞ്ഞാൽ അത് അഭിപ്രായം. അല്ല കേവല അഭിപ്രായം പറഞ്ഞത് കൊണ്ട് അത് നിലനിൽക്കില്ല. ഒരാൾ കേവല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ശാസ്ത്രത്തിന് നിലനിൽക്കില്ല. ശാസ്ത്രത്തിന് വേണമെങ്കിൽ ഒരാളൊരു സാധനം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ വന്ന് വേറൊരു അഭിപ്രായം പറയുമ്പോൾ അതിന് സമാനമായ യുക്തിപരമായ ചിന്തകളും ശാസ്ത്രീയമായ രീതികളിലുള്ള, ശാസ്ത്രീയ തെളിവെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ശാസ്ത്രീയമായ രീതികളിലുള്ള രീതിശാസ്ത്രം അനുസരിച്ചുള്ള കാര്യങ്ങളും പറയേണ്ടി വരും. അങ്ങനെ പറയുമ്പോൾ അടുത്ത് പറയുന്നതിനാണ് മുൻതൂക്കം കിട്ടുന്നത്. അങ്ങനെയാണ് ഓരോ വസ്തുക്കളും അപ്പോൾ അതുകൊണ്ട് അഭിപ്രായത്തിന് വലിയ പങ്കുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നു, യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ വന്ന് അഭിപ്രായം പറയുന്നു. ഈ കക്ഷി തന്നെ മറ്റൊരു വീഡിയോയിൽ ജലദോഷത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കുന്നു. മഴ നനഞ്ഞാൽ ജലദോഷം വരുമോ, മഴ നനഞ്ഞാൽ ജലദോഷം മണ്ടയ്ക്കകത്തൂടി ഇറങ്ങുമോ വെള്ളം എന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച്. അതും പൊട്ടത്തരവും മണ്ടത്തരവുമാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കടമെടുത്ത് ഞാൻ പറയട്ടെ. ഇദ്ദേഹം ഇങ്ങനെ പറയുമ്പോൾ ഇദ്ദേഹം ഒരു ഡോക്ടറുടെ സബ്ജക്റ്റിൽ കയറി ഡോക്ടർ പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സംശയം, ഞാൻ വൈശാഖനോ മൈത്രേയനോ രവിചന്ദ്രനോ ഒന്നും എൻ്റെ ടാർഗറ്റിൽ ഗ്രൂപ്പിൽ വരുന്നതല്ല. പക്ഷെ ഞാനിത് പറയുന്നത് ഇവരെല്ലാം സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ്. സമൂഹത്തിൽ വന്ന് സൊസൈറ്റിയെ സ്വാധീനിക്കുന്നവരാണ് സോഷ്യൽ മീഡിയയിലൂടെ. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ അബദ്ധ പഞ്ചാംഗങ്ങൾ ഒരുപാട് പറയുന്നു എന്നുള്ളത്
സൂചിപ്പിക്കാൻ വൈശാഖൻ്റെ ഒരു കേസ് സ്റ്റഡി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വൈശാഖനോട് എനിക്ക് ഒരു പരാതിയുമില്ല, ഒരു തിരക്കുമില്ല, അദ്ദേഹത്തിന് എനിക്ക് അറിഞ്ഞു പോലും കൂടാ. പക്ഷേ സോഷ്യൽ ഇൻഫ്ലുവൻസർമാർക്ക് നെഗറ്റീവ് പറയുന്ന കാര്യങ്ങൾക്കും വ്യത്യസ്തമായി പറയുന്ന കാര്യങ്ങൾക്കും അവസരം കിട്ടുന്നു. അങ്ങനെ അവരും സമൂഹത്തിലെ ഇൻഫ്ലുവൻസർമാരായി മാറുമ്പോൾ ഒരു സമൂഹം തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളത് മാത്രമാണ് ചർച്ചാ വിഷയം.